നല്ല സിട്ടാബായ അല്ലാഹ് മാനി മൗലവി, ഏറ്റവും നല്ല സിട്ടാബ്. കുറേ സിട്ടാബ് ഉണ്ട്. അതാ ഖാലിഖീൻ, ഒരുപാട് സൃഷ്ടിക്കുന്ന ആളുകൾ. അവരിൽ ഏറ്റവും ഖൈറ് ശിർക്കാണോ? ഇതൊന്നും ഏത് നാളെ നിങ്ങളൊക്കെ ഖുർആൻ നോക്കിയത്? പേരോന്റെ മുഖത്ത് ഇങ്ങനെ നോക്കിയപ്പോഴുള്ള അറിവും പോയോ? മറുപടി പറയുന്നു. എന്നിട്ട് ഇങ്ങനെ ഓനെയും പിടിച്ച് നടക്കുക. അവിടൊക്കെ അർത്ഥത്തിൽ മാറ്റണ്ട്. ഖാലിഖീൻ എന്ന് പറയുമ്പോ അയിൽ മുസവ്വിരീൻ, അയിൽ മുഖദ്ദിരീൻ. അതെന്തിനാ പറയുന്നത് വെച്ചാൽ അള്ളാഹുവിനൊരു ഖൽഖ് എന്ന അർത്ഥം ഉണ്ടാവും. അതെല്ലാം അങ്ങനെ തന്നെ. അല്ലാഹ് റഊഫ്, അല്ലാഹ് റഹീം, അല്ലാഹ് റഹ്മാൻ. അത് വേറെ ആളാവൂല. അള്ളാഹു കൊടുക്കുന്നു, അപ്പൊ അവര് ചെയ്യുന്നു, രൂപകൽപ്പന ചെയ്യുന്നു, രൂപാന്തരപ്പെടുത്തുന്നു. അതാണ് അതിന്റെ അർത്ഥം. ആ അർത്ഥത്തിൽ ഖാലിഖ് ഈസാ നബിയെ കുറിച്ച് ഖുർആൻ ഇബ്ലീസ് മൗലവിക്കും ബാധകാണ്, ഇബ്ലീസ് ജമാഅത്ത് മൗലവിക്കും സമാണ്. രണ്ടും കണക്കാതില്. ഇതിലൊക്കെ ഒരു കമ്പനി പോലും വ്യത്യാസമല്ല. എല്ലാരും കൂടി നമ്മക്കെതിരെ വന്നതാണ്. ബോധമുള്ള മാത്രല്ല, ഈ വിഷയം ഇങ്ങനെ പറഞ്ഞപ്പോ ഇവിടത്തെ ഇന്നിപ്പോ ഇബ്ലീസ് മൗലവി വീണ്ടും വന്നിട്ടുണ്ടല്ലോ. ഇബ്ലീസ് മൗലവിക്ക് ഈ ചർച്ച തന്നെ മനസ്സിലായിട്ടില്ല. ഇവിടത്തെ വിഷയം എന്താ? ഖാലിഖ് എന്ന പദം ഒരു സൃഷ്ടിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇസ്ലാം എന്ന് പുറത്തുപോയി എന്നാ പറഞ്ഞത്. രണ്ട് വിഷയം അവിടെ നടക്കണം. ഒന്ന് മൗലാനാന്ന് പേരോടിനെ കുറിച്ച് പറയാൻ പറ്റുമോ എങ്കിൽ അതല്ലേ നമ്മൾ പറഞ്ഞു. ഖാലിഖ് എന്ന ആരെ കുറിച്ചും പറയാ, മടവൂര് ശൈഖിനെ കുറിച്ചും പറയാം. അതാണല്ലോ നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. അത് പറയാമെങ്കിൽ ഇതും പറയാന്നാ പറഞ്ഞത്. അവിടെയാണ് നമ്മൾ വാദമുള്ളത്. വളരെ കൃത്യമാണ്. അപ്പോ മൗലാന പേരോട് എന്ന് പറയാ. അങ്ങനെ പറഞ്ഞു നിങ്ങൾ വരികയാണെങ്കിൽ ഒരു സംശയമില്ല, ഇവിടെ ഖാലിഖ് എന്നുള്ളത് ഉപയോഗിക്കാം. അത് രണ്ടും അങ്ങനെ തന്നെയാണ്. മൗലാന എന്നുള്ളത് മടവൂർ ശൈഖിന് പറയോ? അങ്ങനെ ചർച്ച ഇവിടെ ഇല്ല. അതൊന്നും ഉണ്ടാക്കണ്ട. അങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ടുമില്ല ഇവിടെ. അത് പറയാന്നുള്ളവർക്ക് ലോകത്താർക്കും തർക്കവുമില്ലല്ലോ. മൗലാനയായിട്ട് ഒറിജിനൽ മൗലാന ഇവിടെ ഉണ്ടെങ്കിൽ അത് മടവൂർ ശൈഖാണോ? അതിലും ചർച്ചല്ല. അതല്ല ഇവിടുത്തെ ചർച്ച. ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ഇതാണ്. അത് പേരോടൊന്ന് കൃത്യമാക്കി തന്നോട്ടെ, നമുക്ക് എളുപ്പമാണത്. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏത് സൃഷ്ടി ഖാലിഖാണെന്നോ അല്ലെങ്കിൽ അള്ളാഹുവാണെന്നോ ദൈവമാണെന്നോ വിശ്വസിക്കുമ്പോൾ തന്നെ അവൻ ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ്. എന്ന് മാത്രം അല്ല, ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ് എന്ന് പറഞ്ഞാൽ പിന്നെ അവന്റെ ഭാര്യ അവന് ഹലാലല്ല, അവന്റെ മക്കളുടെ വിവാഹം അവന് പറ്റൂല, അവന് ചെയ്തു കൊടുക്കാൻ പറ്റില്ല. ഇതാണ് ഇവിടുത്തെ വിഷയം. അതായത് ഖാലിഖ് സൃഷ്ടിക്കുന്നവൻ, മലയാളമാണ് സൃഷ്ടിക്കുന്നവൻ, അതിന് പല രൂപത്തിൽ അർത്ഥം ഉണ്ടാവും. അപ്പൊ ഈ വാക്ക്, ഈ പ്രയോഗം അത് നടത്തിയാൽ ആ നടത്തിയ ആള് ഇസ്ലാം എന്ന് പുറത്താണ്, അവന്റെ ഭാര്യ ഓനെ ഹലാലല്ല. അതേപോലെ തന്നെ മുസ്ലിം പള്ളിയുടെ ഖബർസ്ഥാനിയിൽ മറവ് ചെയ്യാൻ ഇത് പറഞ്ഞു ആര്? നിയൽവാദി. ഖാലിഖ് എന്ന് ഉപയോഗിച്ചാൽ തന്നെ, പറഞ്ഞാൽ തന്നെ ഇവിടെയാ നമ്മൾ പിടിച്ചത്. അങ്ങനെയാണെങ്കിൽ ആദ്യം ഇസ്ലാം എന്ന് പുറത്തുപോ അല്ലാഹ്. വല്ലാത്തൊരു പുറത്തന്നെ കാരണം കാരണം അള്ളയാണ് പറഞ്ഞ ഈസാ നബി ഖാലിഖാണ്. ഈസാ നബി അലൈഹി സ്വലാം അഖ്ലുഖു, ഞാൻ സൃഷ്ടിച്ചു തരും. എന്താണോ മിണ്ടാത്തത്? എന്തിനാ നിങ്ങൾ രംഗത്ത്? ഇബ്ലീസ് മൗലവി ആയാലും കുഴപ്പമില്ല, ഏത് മൗലവി ആയാലും കുഴപ്പമില്ല. അഖ്ലുഖു ലകുന്നുലിന മായന പറഞ്ഞോളണം. അഖ്ലുഖു എന്ന് പറഞ്ഞാൽ എന്താ? മുത്തകല്ലിമിന്റെ സീഗല്ലേ. അഖ്ലുഖിന്റെ ഫായിൽ ആരാ? അല്ലാഹ് പറഞ്ഞ് ഈസാ നബിയുടെ വാക്കാ, ഞാൻ സൃഷ്ടിച്ചു തരും. സൃഷ്ടിക്കാതെ രൂപാന്തരപ്പെടുത്തുക. ആൾക്ക് നിങ്ങൾ എന്തർത്ഥം വെച്ചോ, അർത്ഥം വെക്കുന്നതല്ല ഇവിടുത്തെ വിഷയം. ആ പദം പ്രയോഗിക്കാൻ പറ്റുമോ? എന്നിട്ട് അയാൾ വലിയൊരു വെല്ലുവിളി നടത്തി. എന്താ വെല്ലുവിളി? ഏതെങ്കിലും ഒരു പണ്ഡിതൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? നമ്മളെ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പിടിച്ചോ, അല്ലാമ അബ്ദുൽ കരീമുൽ ജീലി തങ്ങൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഖാലിഖിയത്ത് എന്ന വിശേഷണം റസൂലുള്ളാഹിക്കുണ്ട്. ഇത് നമ്മൾ പറഞ്ഞിരുന്നു. ഖാലിഖല്ല സിട്ടാവ്. ഇത് റസൂലിന് എങ്ങനെ വന്നതെന്നും പറഞ്ഞു. കൈവിരലുകൾക്കിടയിലൂടെ വെള്ളം കൊടുത്തു. അപ്പൊ രൂപം അവിടെ ഉണ്ട് ഖൽഖിന്റെ, അതുകൊണ്ട് പ്രയോഗിച്ചു. അപ്പൊ ഇയാൾ ഇന്ന് വന്നിട്ട് പറയാ ആ കിതാബ് സ്വീകാര്യമല്ല, അതങ്ങനെ പുറത്ത് വായിക്കാൻ പറ്റിയ കിതാബല്ലല്ലോ. അത് നമ്മൾ വായിക്കുന്ന ക്ലിപ്പിട്ടിട്ട് അയാൾ പറയുന്നുണ്ട്, കേട്ടോളി. ഫിസ്സിഫാത്തിൽ മുഹമ്മദിയ ലിൽ ഇമാം അബ്ദുൽ കരീമുൽ ജീലി, അബ്ദുൽ കരീമുൽ ജീലി തങ്ങളുടെ കിതാബ് അൽ കമാലാത്തുൽ ഇലാഹിയ, എടുക്കതിന്റെ പേജ്
അലദാ വഅമ്മ ഇസ്മുഹു വൽ ഖാലിഖ്. ഞാൻ അടയാളപ്പെടുത്തിയ സ്ഥലം പ്രത്യേകം വായിച്ചോ. അൽ ഖാലിഖ് എന്ന അല്ലാഹുവിന്റെ പേര്. അൽ ഖാലിഖ് എന്ന് പറഞ്ഞാൽ അതാണല്ലോ സൃഷ്ടാവ്, അതാണ് പടച്ചവൻ, അതാണ് പടച്ചു സൃഷ്ടിച്ചു എന്നൊക്കെ പറയുന്നത്. അതാ ഫഇന്നഹു കാന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തസിഫൻ ബിസിഫത്തിൽ ഖാലിഖിയ്യ. ഖാലിഖ് എന്ന വിശേഷണം കൊണ്ട് അല്ലാഹുവിന്റെ റസൂല് വിശേഷണം സിദ്ധിച്ചിരുന്നു. വദ്ദലീലു അലാ ദാലിക. അങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. ചോദ്യം എവിടെ കിടക്കുന്നു, മറുപടി എവിടെ കിടക്കുന്നു? അരി എത്രയെന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി എന്നാണ് ഉത്തരം. കൊണ്ടുവന്ന കിതാബോ, ആ കിതാബിനെ കുറിച്ച് ഞാൻ മുമ്പും ഈ വിഷയം ഇയാൾ ജീലി തങ്ങളുടെ കിതാബ് എടുത്തപ്പോൾ ഞാൻ അതിനെ പരാമർശിക്കാതെ മനഃപൂർവ്വം ഒഴിവാക്കിയതാണ്. എന്തുകൊണ്ടാണെന്നറിയോ? മഹാനവറുകളുടെ വാക്കുകൾ, പ്രത്യേകിച്ച് മഹാനവറുകളുടെ ഈ അൽ കമാലാത്തുൽ ഇലാഹിയ എന്ന് പറയുന്ന കിതാബും അൽ ഇൻസാനുൽ കാമിൽ എന്ന് പറയുന്ന കിതാബും, ആ കിതാബുകളെ കുറിച്ച് മഹാന്മാരാകുന്ന മറ്റു പല അഇമ്മത്തും മറ്റു പല മഹത്തുക്കളും രേഖപ്പെടുത്തിയതിനെ കുറിച്ച് ഈ നൗഷാദിനും അറിയാം. ഇത് സാധാരണക്കാർക്കിടയിൽ വായിച്ചു പറയേണ്ട ഒരു കിതാബല്ല എന്നത് നൗഷാദിനറിയാം. ഓ, എന്താ വളവ്, പുതിയ വളവ് ഇറക്കി നോക്കിയ. ചോദ്യം എന്തായിരുന്നു? പയറഞ്ഞായല്ല, ഇത് അരി എത്രയെന്ന് തന്നെയാ പറഞ്ഞത്. ഇവിടെ ചർച്ച ഖാലിഖ. നിങ്ങളെ ഈ 2ാം ക്ലാസ്സിലെ ചർച്ച ഉണ്ടല്ലോ, ഓന്നൊന്നുള്ളി ഇബന്നടിച്ചു, അതിനൊന്നും ഞങ്ങളില്ല, അയ്യായിട്ട് പോയിക്കോ. ഇവിടെ അടിത്തറണ്ടോ ഒരു വിഷയം. ഖാലിഖ് എന്ന വിഷയം, അതാ പേരോട് പറഞ്ഞു. ഖാലിഖ് എന്ന പ്രയോഗം അത് തന്നെ പറഞ്ഞത് എവിടെ? മുത്തലക്കൻ പറഞ്ഞതല്ല. പേരോട് മൗലാന ആണെങ്കിൽ അവിടെയല്ലേ നമ്മളെ വിഷയം. പേരോടിനെ കുറിച്ച് മൗലാന എന്ന് പറയാമെങ്കിൽ മടവൂര് ശൈഖിനെ കുറിച്ച് ഖാലിഖ് എന്ന് പറയാ. അതിന്റെ മലയാളമാണ് പഠിച്ചോൻ. ഇതല്ലേ നമ്മൾ പറഞ്ഞേ. ആ പറഞ്ഞത് ഏത് കൊല കൊമ്പന്റെ മുന്നിലും കിതാബ് കൊണ്ട് തെളിയിക്കാൻ സാവിയത്ത് സൂഫിയ റെഡിയാണല്ലോ. എല്ലാരും കൂട്ടിയിട്ട് വാ. കിതാബ് ഉണ്ടോ എന്ന് ചോദിച്ചു. നേരെ കിതാബാണ് വായിച്ചു തന്നു. അമ്മൽ ഖാലിഖിയ്യ, സൃഷ്ടിക്കുക, ഖൽഖ് ചെയ്യുക എന്ന വിശേഷണം അള്ളാഹിന്റെ റസൂൽ അതുകൊണ്ട് മുത്തസിഫാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടുണ്ട് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിക്ക് അത് പറയും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴുള്ള മറുപടി എന്താ? ആ കിതാബ് സാധാരണക്കാർക്കിടയിൽ വായിക്കാൻ പറ്റൂല. ആ കിതാബ് എന്താന്ന് ഓനും അറിയാ. എന്തൊക്കെയാണ് വിവരക്കേട്? ഞാൻ ചോദിക്കട്ടെ, അല്ലാമ അബ്ദുൽ കരീമുൽ ജീലി തങ്ങള് രേഖപ്പെടുത്തിയ വാക്ക് കുഫ്റാണോ അല്ലേ? അതിനാ മറുപടി പറയേണ്ടത്. പേരോട് പറഞ്ഞു അങ്ങനെ രേഖപ്പെടുത്തിയ ഇസ്ലാം എന്ന് പുറത്താണെന്നാണ്. അതിനാദ്യം മറുപടി പറയും. അതല്ലേ പറയേണ്ടത്. ഇത് ഹയ്യുൽ ഖയ്യൂമിന്റെ അവിടെ പണ്ട് വിഷയം ഉണ്ടായിരുന്നു. ഹയ്യുൽ ഖയ്യൂം അടവൂര് ശൈഖുനാന്ന് പാട്ടുപാടിയല്ലോ. അന്ന് നമ്മൾ ജീലി തങ്ങളെ കിതാബ് എടുത്ത് അന്നോ പറഞ്ഞ എന്താ? അന്ന് കിതാബ് പറ്റൂല എന്നല്ല, അന്ന് പറഞ്ഞ് ഈ പറഞ്ഞ ഹയ്യുൽ ഖയ്യൂം റസൂലിന് മാത്രമേ പറയാൻ പറ്റൂ എന്ന് കിതാബിലുണ്ട്. അപ്പൊ നമ്മൾ പിടിച്ചുപാട റസൂലിന് മാത്രം, അള്ളാഹ്ക്കുള്ള എങ്ങനെ റസൂലിന് വരിക? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹ്ക്ക് മാത്രമല്ല റസൂലിന് വരാൻ പാടില്ലല്ലോ. അപ്പോഴാലോചിച്ച അത് പൊട്ടല്ലോ, പ്രശ്നമായല്ലോ. അപ്പൊ ഇക്കുറി ആ മറുപടി കാച്ചാൻ പറ്റൂല. അതിനാണ് അല്ലാമ ജീലി തങ്ങളെ കിതാബ് എന്നൊക്കെ പറഞ്ഞു വന്നു. ആ കഴിഞ്ഞ കുറി പറഞ്ഞു ഒന്ന് അനുസ്മരിക്കണല്ലോ. അതൊന്ന് വന്നോട്ടെ. ദുർവ്യാഖ്യാനിക്കാണ്. ബഹുമാനപ്പെട്ട അബ്ദുൽ കരീമുൽ ജീലി തങ്ങളുടെ കിതാബ് വായിച്ചിട്ട് നൗഷാദ് പച്ചയായിട്ട് ദുർവ്യാഖ്യാനിക്കാണ്. അവിടെ മഹാനവറുകൾ പറയുന്നത് ചില അള്ളാഹുവിന്റെ പേരുകൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിശേഷിപ്പിക്കുന്നതിന്റെ ന്യായങ്ങൾ പറയാം. എന്നിട്ട് നൗഷാദി വായിച്ചതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു വരിയുണ്ട്. ഇയാളത് കട്ടു. ഇയാളത് കട്കാനുള്ളതിന്റെ കാരണം എന്താ? എങ്കിലേ ഇയാൾക്ക് ഇത് ദുർവ്യാഖ്യാനിക്കാൻ പറ്റൂ. എന്താണത്? അദ്ദേഹം മഹാനായ അബ്ദുൽ കരീമുൽ ജീലി തങ്ങൾ എഴുതുകയാണ്, വഖദിം ഫറദ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബികമാലി ദാലിക ദൂന കുല്ലി മൗജൂദിൻ. ആ പൂർണ്ണത കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുൻഫരിദായിരിക്കുന്നു. ആ പൂർണ്ണത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമേ ഉള്ളൂ എന്ന കിതാബിലുണ്ട്. നമ്മൾ കട്ടതാണ് പറഞ്ഞത്. നമ്മൾ വായിച്ചതിന്റെ 19 പേജ് മുമ്പുള്ള ഒരു സംഗതിയെ തൊട്ടടുത്ത് പറഞ്ഞ് കള്ളത്തരം വായിച്ചു. അത് ഈ വിഷയമല്ല, അത് വേറൊരു കാര്യം പറഞ്ഞതാണ്. എന്നിട്ട് ഇവിടേക്ക് അത് കൂട്ടിച്ചേർത്ത് വായിച്ചിട്ട് പറഞ്ഞതെന്താ? ഹയ്യുൽ ഖയ്യൂം, ഖാലിഖ്, ഇതൊക്കെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കേ പറ്റൂ, മറ്റുള്ളവർക്ക് പറ്റൂല. ഉടനെ ചോദ്യം, അല്ലെങ്കിൽ അള്ളാഹ്ക്ക് പ്രത്യേകമുള്ള സംഗതിയെ കുറിച്ചല്ലേ സംസാരിക്കണേ? അപ്പൊ എങ്ങനെ റസൂലിന് പറ്റുക? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടുങ്ങി. പിന്നെ അതിനെക്കുറിച്ച് ഒരു മറുപടിയില്ല. ആ വിഷയം തന്നെ വേണ്ടിയില്ല. ഇപ്പൊ വന്നിട്ട് പറയാണ്
അല്ലാമ അബ്ദുൽ കരീമുൽ ജീലി തങ്ങളെ കിതാബ് വായിച്ചത് ശരിയായില്ല. അത് സാധാരണക്കാർക്ക് മുമ്പിൽ വായിക്കാൻ പറ്റൂല. അബ്ദുൽ കരീമുൽ ജീലി തങ്ങൾക്ക് സ്പെഷ്യൽ ഇസ്തിലാഹിയായ സംസാരമുണ്ട് എന്ന് അത് സൂഫിയാക്കൾക്കൊക്കെ ഉണ്ട്. നിങ്ങളാരും പഠിപ്പിക്കണ്ട. സൂഫിയാക്കൾക്ക് മുഴുവനും ഇസ്തിലാഹിയായ പദങ്ങളുണ്ട്. ഉറപ്പല്ലേ? അതിൽ തർക്കമല്ലല്ലോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ പഠിപ്പിക്കുന്നതാണത്. ഇബ്നു അറബി തങ്ങളെ കിതാബ് എടുത്തോ, ഏത് കിതാബ് എടുത്താലും സൂഫിയത്താണോ സംസാരിക്കുന്നത് അത് അവരുടെ ഭാഷയിൽ തന്നെ സംസാരിക്കും. അവർ ആ പറഞ്ഞ കിതാബുകളിൽ നിന്ന് പൊതുജനങ്ങളോട് പറയേണ്ട ഭാഗമായി പിന്നീട് വന്ന ഉലമാ രേഖപ്പെടുത്തിയതാണ് ഞങ്ങൾ ഇവിടെ വന്ന് വായിക്കുന്നത് എന്ന് ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞോ? വെറുതെ അല്ല. ഞങ്ങളെല്ലാം അബ്ദുൽ കരീമുൽ ജീലി തങ്ങളുടെ കിതാബ് എടുത്ത് ലോകം മുഴുവനും തദ്ബീറുണ്ട് എന്ന് പഠിപ്പിക്കുമ്പോ അത് മറ്റുള്ള കിതാബുകളിലൊക്കെ എടുത്തുദ്ധരിച്ചു പറഞ്ഞ സംഗതിയാ. ഇതുപോലെ ഖാലിഖിയത്ത്, ഖാലിഖ് എന്ന വിശേഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പറയുമെന്ന് അല്ലാമ അബ്ദുൽ കരീമുൽ ജീലി തങ്ങൾ പറഞ്ഞ കാര്യം അത് പൊതുജനങ്ങളോട് പറയേണ്ടതാണെന്നും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ വിശേഷണമാണെന്നും ഈ അടുത്ത കാലത്ത് വരെ ഇമാമിങ്ങൾ കിതാബിൽ എഴുതിയിട്ടുണ്ട്. അത് കണ്ടിട്ടാണ് കേട്ടോ ഞങ്ങളതൊന്ന് വായിച്ചത്. അതുകൊണ്ട് അടുത്ത കിതാബ് കൂടി ഞാൻ ഇറക്കുകയാണ്. AP കുട്ടികളെ, നിങ്ങൾ നരകത്തിൽ കടത്തിയിട്ടല്ലാതെ ഈ വിവാദം നിങ്ങളിൽ നിന്ന് വിട്ടുപോവുകയില്ല. കിതാബ് പഠിപ്പിക്കണമെങ്കിൽ അടുത്ത കിതാബ് എടുക്ക്. അല്ലാമ യൂസുഫുൻ നബഹാനി തങ്ങളുടെ ജവാഹിറുൽ ബിഹാർ ഫീ ഫളായിലിൻ നബിയിൽ മുഖ്താർ. ഇതിലൊരു ഇസ്തിലാവില്ലോട്ടോ മോനെ, ഇതിലൊരു ഇസ്തിലാവില്ല. നേർക്ക് നേരെ പഠിപ്പിക്കേണ്ട കാര്യം ആ അബ്ദുൽ കരീമുൽ ജീലി തങ്ങളുടെ കിതാബിൽ നിന്നടക്കം എടുത്തുദ്ധരിച്ച് രേഖപ്പെടുത്തിയ ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിന്റെ പേജെടുക്ക്. അബ്ദുൽ കരീമുൽ ജീലി തങ്ങളുടെ കിതാബ്, ഈ കിതാബ് ജവാഹിറുൽ ബിഹാർ. ജവാഹിറുൽ ബിഹാറിൽ നിന്ന് എടുത്തുദ്ധരിക്കുകയാണ്. ജവാഹിറുൽ ബിഹാർ എടുത്തുദ്ധരിക്കുകയാണ്. ഏതിൽ നിന്ന്? അല്ലാമ അബ്ദുൽ കരീമുൽ ജീലി തങ്ങളുടെ കിതാബിൽ നിന്നതാ. വഅമ്മൽ ഖാലിഖു ഫഇന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കാന മുത്തസിഫൻ ബിസിഫത്തിൽ ഖാലിഖിയ്യ. ഖാലിഖ് എന്ന വിശേഷണം കൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷണം സിദ്ധിച്ചിട്ടുണ്ട്. വദ്ദലീലു അലാ ദാലിക നബുൽ മാഇ മിൻ ബൈനി അസാബിഹി. അവിടുത്തെ കൈവിരലുകളിൽ നിന്ന് വെള്ളം വന്നു എന്നതാണ് അതിന്റെ കാരണം. ഫഇന്നഹാ സിഫത്തുൻ ഖാലിഖിയ്യ. അത് ഖാലിഖായ ആളുകൾക്കുണ്ടാകുന്ന വിശേഷണമാണ്. കഴിഞ്ഞില്ലേ കഥ? അപ്പൊ അയ്യാതി ഒരു തട്ടിപ്പും വേണ്ട. അബ്ദുൽ കരീമുൽ ജീലി തങ്ങൾ പറഞ്ഞു എന്ന് മാത്രമല്ല, അത് ആളുകളോട് പറയണം. അത് മുത്തു റസൂലിന്റെ വിശേഷണം പറയുന്നിടത്ത് പറയണം എന്ന് പഠിപ്പിച്ചുകൊണ്ട് തന്നെ യൂസുഫുൻ നബഹാനി തങ്ങൾ പോലെയുള്ള മഹാരഥന്മാര് ഗ്രന്ഥങ്ങൾ എഴുതി. ആ ഗ്രന്ഥങ്ങളിലുള്ളത് വായിച്ചപ്പോ നിന്റെ പേരോട് വാദിച്ചത് അവൻ ഇസ്ലാം എന്ന് പുറത്താണ് എന്നാണ് ഞങ്ങളെ ചോദ്യം. അബ്ദുൽ കരീമുൽ ജീലി തങ്ങൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണോ? അത് എടുത്തുദ്ധരിച്ച് അത് രേഖപ്പെടുത്തി ശരിവച്ച അല്ലാമ യൂസുഫുൻ നബഹാനി പുറത്താണോ? പറയണം. പുറത്തുള്ളവരാ പറയേണ്ടത്. പുറത്താണോ നിങ്ങളുള്ളത് ദീനിന്റെ? അതുകൊണ്ട് നിങ്ങൾ തന്നെ പറയണം. ഇസ്ലാമിന്റെ അടിസ്ഥാനമാണോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തുണ്ട്? ഖാലിഖിയത്തുണ്ട്. അത് രേഖപ്പെടുത്തിയ ഇമാമിങ്ങൾ പോരെ. പോരെങ്കിൽ അടുത്തത് പറഞ്ഞു, അടുത്തത് എൻ്റെ നേരെ മുമ്പിലുള്ള കിതാബ വായിക്കാം. ഓരോന്നിലും ഓരോന്ന് കൊടുത്താൽ മതിയല്ലോ. ഇപ്പൊ ജവാഹിറുൽ ബിഹാറായി, അല്ലാമ ജീലി തങ്ങളുടെ അൽ കമാലാത്തുൽ ഇലാഹിയ്യയുമായി. ഇങ്ങനെ അതിൻ്റെയൊക്കെ അതൊന്നും ആവശ്യമില്ല ഇവിടെ. കാരണം എന്താ? അള്ളന്നെ പറഞ്ഞു പോയി അഹ്ലുക്കുലക്കും. അതെന്താ? ഇബ്ലീസ് കണ്ടിട്ടില്ലേ? മൗലവി കണ്ടിട്ടില്ലേ? അള്ളന്നെ പറഞ്ഞല്ലോ ഈസാ നബി ഖാലിഖാണ്, ഇസ്ലാം എന്ന് പുറത്താണോ അല്ല? അതിൻ്റെ ഒരു വല്ലാത്ത ഇസ്ലാമായി പോയല്ലോ. ഇതിൽ നിങ്ങൾ കൊടുക്കും. കാരണം എന്താ? ഇതിൽ നിന്നല്ല, നിങ്ങൾ തൊട്ടയിലൊക്കെ കൊടുക്കും. കാരണം ഞങ്ങൾ സംസാരിക്കുന്നത് ഹഖ. ഞങ്ങൾ സംസാരിക്കുന്നത് ആരുടെ സിഫത്താണ്? മുഹമ്മദുർ റസൂലുള്ളാഹ്. ഞങ്ങൾ സംസാരിക്കുന്നത് ആരുടെ വിശേഷണമാണ്? ശൈഖ് മടവൂർ. അത് കിതാബിൽ നിന്ന് ഇങ്ങനെ വായിക്കുമ്പോ അത് ഇനിയിപ്പോ അതൊന്നും വേണ്ടാന്ന്. APLR ബുക്ക് എടുക്കി. APLR ബുക്കിൽ പറഞ്ഞില്ലേ
അതന്നെ അതിൻ്റെ താഴെ ഉണ്ടാവും 60-ാം വാർഷികം. അതന്നെ അതൊക്കെ പഴയ തൗറാത്തായി പോയിന്. ഇതിൽ കാണങ്ങൾ ഇതിൽ വളരെ വ്യക്തമായി നമ്മുടെ തൗഹീദ് എന്ന ലേഖനം, ഈ ലേഖനത്തിൽ അതിന് അയാളൊരു മറുപടി ഉണ്ട്. അതൊന്ന് ആദ്യം കേൾക്കുക, എന്നിട്ട് ഞാനതൊന്ന് വായിക്കാം. ജീലി തങ്ങളുടെ കിതാബും എടുത്തുകൊണ്ടുവന്ന് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയോ? ബഹുമാനപ്പെട്ട AP ഉസ്താദ് എഴുതിയ ഒരു ലേഖനം. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ആ AP ഉസ്താദ് മഹാനായ CM വലിയുല്ലാഹിയെ കുറിച്ച് മുദബ്ബിറുൽ ആലം, ഖുതുബുൽ ആലം എന്നൊക്കെ പ്രസംഗിച്ചിട്ടുള്ള ക്ലിപ്പ് നീ തന്നെ കേൾപ്പിച്ചിട്ടുണ്ടല്ലോ. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ AP ഉസ്താദിന്റെ ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ, ഏതെങ്കിലും ഒരു എഴുത്തിൽ മഹാനായ CM വലിയുല്ലാഹിയെ കുറിച്ച് CM വലിയുല്ലാഹി എന്റെ പടച്ചോനാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ കൊണ്ടുവാ. എന്റെ ചോദ്യം അതാണ്. ഏതെങ്കിലും ഒരു പണ്ഡിതൻ, ഏതെങ്കിലും ആദ്യം പറഞ്ഞതൊന്ന് ചർച്ച ചെയ്യാം കേട്ടോ. അയ്യാതി കളം മാറി ചവിട്ടി രക്ഷപ്പെടലൊന്നും ഞങ്ങളെ മുമ്പിൽ നടക്കും. പറഞ്ഞത് പറയടോ. അല്ലെങ്കിൽ പടച്ചോൻ ഇങ്ങനെ പറഞ്ഞെടുക്കണ പണി അവിടെ. അതാപ്പോ നമ്മളതല്ലല്ലോ ചെയ്ത്. നമ്മളെ പ്രസംഗത്തിന്റെ അസിലേടുന്ന പേരോടിനത് പറയാമെങ്കിൽ ഇത് പറയാന്നല്ലേ നമ്മൾ പറഞ്ഞു, അല്ലേ? അവിടെയല്ലേ വിഷയം തുടങ്ങിയത്. അവിടെ AP എന്താ എഴുതിയത്? AP ഉസ്താദ് എന്താ എഴുതിയത്? എടുത്തു കൊടുക്കുക. അതിന്റെ ബാക്കി സ്ക്രീനിൽ കാണട്ടെ. മറുപടി ഇല്ലെങ്കിൽ അത് പറയണ്ടേ. ഇതാ, അള്ളാഹുവിന്റെ നാമങ്ങളിൽ അല്ലാഹു, റഹ്മാൻ എന്നീ 2 പേരുകൾ സൃഷ്ടികൾക്ക് നൽകാനോ വിളിക്കാനോ പാടുള്ളതല്ല. മറ്റുള്ള ഏത് നാമവും സൃഷ്ടികളിൽ ഉപയോഗിക്കാം. റഹ്മാന് അല്ലാഹ് എന്നതല്ലാത്ത നാമങ്ങളിൽ ഖാലിഖുണ്ടോ ഇല്ലേ? ഹയ്യുൽ ഖയ്യൂം ഉണ്ടോ ഇല്ലേ? സിട്ടികളിൽ ഉപയോഗിക്കാന്ന് പറഞ്ഞ കാന്തപുരം ഉസ്താദ് കാഫിറാണോ അല്ലേ? ഇതാണ് ചോദ്യം. അപ്പൊ പടച്ചോന്ന് അത് നമുക്ക് പിന്നെ പറഞ്ഞീന്ന് പറയും. മറ്റുള്ള നാമെന്ന് പറഞ്ഞിട്ട് ഖാലിഖ് പെടൂലേ? പറയൂത്തരം പറയ്. ഇത് ഏടാ മൂപ്പര് പറഞ്ഞത്? അതടക്കം ഞങ്ങൾക്കറിയാം. ഇതിന്റെ കിതാബ് ഏതാണ്? മൂപ്പരിക്കൽ മറന്നുപോയിട്ടോ? ഞങ്ങൾക്ക് ഒരു ഓർമ്മയുണ്ട്. നമ്മുടെ തൗഹീദ് എഴുതിയ അത് പറഞ്ഞില്ലെങ്കിൽ ആ കിതാബ് ആയിട്ട് അടുത്ത തവണ വരുന്നുണ്ട്. ഇത് തുടങ്ങിയിട്ടുള്ളൂ. നിങ്ങളൊരു ഭാഗത്ത് എത്തിക്കും നിങ്ങളെ. കാരണം ഇത് ഖാലിഖോണ്ടാ കളി. ഖാലിഖ് ഒരാളാണ്, അത് അല്ലാഹുവാണ്. ആ അല്ലാഹു ഖൽഖ് ചെയ്യുന്നത് ഇല്ലായ്മയിൽ നിന്നുണ്ടാക്കുക എന്ന് പറഞ്ഞ പണിയാണ്. അത് വേറൊരാളും ചെയ്യൂല, ഈസാ നബിയും ചെയ്യൂല, ആരും ചെയ്യൂല. പക്ഷേ രൂപകൽപ്പന ചെയ്യാ, അതും അല്ലാഹ് കൈകൊടുത്തിട്ട് രൂപകൽപ്പന ചെയ്യുക, രൂപാന്തരപ്പെടുത്തുക, വെള്ളം കൊടുക്കുക, ഇതൊക്കെ അസ്ലൻ ആര് ചെയ്യും? മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് രേഖപ്പെടുത്താത്ത ഒരു ഇമാമില്ല, ഒരു രക്ഷങ്ങൾക്ക് ഇല്ലട്ടോ. AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞിട്ട് ഹുക്കുമ് പറയണങ്ങള്. എന്നിട്ട് നമുക്ക് ബാക്കി അവിടെ നിന്നാണ് സംസാരിക്കുക. അല്ലാഹു റഹ്മാൻ എന്നല്ലാത്ത ഏത് നാമം അതിൽ ഖാലിഖ് പെടോ? അതിൽ ഇസ്തിസ്ന ഉണ്ടോ? ദുന്യവിയ ഉഖ്റവിയ എന്നുണ്ടോ? ഈ പറയും. AP ഹയാത്തിലുണ്ടല്ലോ, ഇവരെ കൊണ്ട് പറയിപ്പിക്കുങ്ങള്. അങ്ങനൊന്നും കഴിച്ചില്ലാൻ പറ്റൂല. അപ്പൊ കിതാബുകൾ ഇനി വരിക്ക് വരും. കാരണം ഖുർആൻ തന്നെ പറഞ്ഞതാണത്. അത് മൗലവിക്ക് വേണ്ടി ഞാൻ അമാനി മൗലവിന്റെ പരിഭാഷ എടുത്തത്. എന്നിട്ടിപ്പോ ഒരു രക്ഷയില്ല. എന്നിട്ട് ലാസ്റ്റ് അങ്ങനെയാണെങ്കിൽ ആ പാട്ടിറങ്ങിയപ്പോൾ നിങ്ങൾ എന്തിനാണ് വിമർശിച്ചത്? ഞാൻ അതിന്റെ ഉത്തരം ഒരട്ടം പറഞ്ഞിന്. പാട്ട് പാടുമ്പോ ശ്രദ്ധിക്കണം. ആ പ്രയോഗങ്ങൾ മശായിഖിനെ കുറിച്ചാകുമ്പോ ഹയാത്തിലുള്ളവരെ സമ്മതത്തിലിറക്കണം. അത് നമ്മൾ പറഞ്ഞ തന്നെയാണ്. അവിടെയും നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട് അറിയോ? എന്ന് കരുതിയിട്ട് ഖാലിഖ് എന്ന ഈ വിശേഷണം പറഞ്ഞതുകൊണ്ട് ശിർക്കായി, കുഫ്റായി എന്ന് പറയാൻ നോക്കണ്ട. അതാ പറഞ്ഞിട്ടാണ് നമ്മളെ പറഞ്ഞുള്ളത്. ആണ് കട്ട് ചെയ്യും. എന്നിട്ട് ഞങ്ങളാ വിമർശിച്ചത് എന്ന് മാത്രം ഇങ്ങോട്ട് വിടും. അതുകൊണ്ട് അന്നത്തെ ആ പ്രസംഗത്തിന്റെ ആ ഭാഗം കൂടി വന്നോട്ടെ, എന്നാൽ അത് ക്ലിയർ ചെയ്യാം നമുക്ക്. പറ്റേ എങ്കിലും ഒരു കുഴപ്പം പറയണ്ടേ? ആൾക്കാരിങ്ങനെ ചോദിക്കുന്നുണ്ടല്ലോ. അപ്പോഴാണ് ഏതോ ഒരു പാട്ടുകാരൻ വന്ന് ഒരു പാട്ടിപ്പോൾ വന്ന് ഇങ്ങനെ നോക്കിക്കാണ്. പണ്ടൊരു പാട്ട് വന്നിരുന്നു, ആരാ പടച്ചോനെന്നൊക്കെ ചോദിച്ചു. അതിനാദ്യം വിമർശിച്ചത് നമ്മളാ. അങ്ങനെ പാടാൻ പാടില്ല എന്ന് നമ്മളാണ് ആദ്യം പറഞ്ഞത്. ഉടനെന്തും പറഞ്ഞു, അങ്ങനെ ഒരാൾ പാടിയാൽ മുർത്തദ്ദായി കാഫിറായി എന്നൊന്നും പറഞ്ഞു വരും വേണ്ട. നമ്മളെ നിലപാട് വ്യക്തമായിരിക്കും. എത്ര ഇന്നുമായിട്ടാണ് നമ്മൾ പറഞ്ഞത്. പാട്ട് പാടുമ്പോൾ മശായിഖിന്റെ സമ്മതം വേണം. അതേ